നമുക്കാണ് ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. തീരെ കുറഞ്ഞ വണ്ടികൾ മുതൽ ഏത് റേഞ്ചിലുള്ള വണ്ടികൾ വരെ നമുക്ക് ഇന്ന് കാണിക്കാം. വണ്ടിയുടെ ക്വാളിറ്റി പക്കായിട്ട് എടുത്ത് കാണിച്ചേക്കണം. ഇന്നത്തെ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആണ് മെയിൻ ആയിട്ടുള്ള കേസ്. മാക്സിമം ഒരു റേറ്റ് കുറച്ച് തന്നെ ഇന്നത്തെ വണ്ടികൾ നമ്മളിന്ന് വില കുറയ്ക്കും. രണ്ടും ഒരേ ക്വാളിറ്റി ഉള്ള വണ്ടികൾ, ചെറിയ സ്ക്രാച്ചസ് പോലും ഇല്ലാതെ അത്രയും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വണ്ടികൾ നിങ്ങൾ വന്നാൽ നമ്മൾ ഈ പറയുന്ന വില കാര്യങ്ങളൊന്നും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരും. കാരണം നമ്മൾ നല്ല ഓഫർ ഇട്ടേക്കുന്നത്, നല്ല ഓഫറാണ്. കാണിച്ചൂടെ? ഈ ഹൈ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ വണ്ടിയുടെ കാഴ്ചയ്ക്കുള്ള മാത്രമല്ല, നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒന്നും ചെയ്യേണ്ട ആ ഒരു കണ്ടീഷനിലുള്ള വണ്ടികളാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ വണ്ടി എന്ന് പറഞ്ഞാൽ ഈ വണ്ടി അധികം ഓടിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടതിൽ ഏറ്റവും കുറഞ്ഞ വണ്ടി 8000 രൂപയാണ്. പൾസറിന്റെ നല്ലൊരു കളക്ഷൻ വന്നിട്ടുണ്ട്. 2019, 2020, 21, 22 എല്ലാ മോഡൽ സാധനം ഇരിപ്പുണ്ട്. ആ വണ്ടിയുടെ ഒരു നട്ട് പോലും നോക്കി നമ്മൾ ഷോറൂമിൽ ഇരുന്നാൽ അത് പുതിയ വണ്ടി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് കൊടുക്കാം. അപ്പൊ നമ്മുടെ 7000 രൂപ വണ്ടി ഉണ്ട്, അത് കൊടുക്കാം. ഒരു 22 രൂപ 23 രൂപയ്ക്കൊക്കെ നമുക്ക് പറക്കി കൊടുക്കുമോ? ഇതെല്ലാം പറക്കി കൊടുത്ത് ഇവിടെ നമ്മൾ കാലിയാക്കുന്ന പരിപാടിയാണ്. അതാണ് ഇതെല്ലാം കാലിയാക്കാം. നമുക്ക് ഇനി അടുത്തോട്ട് ആദ്യം വിശാലമായ ഷോറൂം വന്നു കണ്ണൂരിനകത്തോട്ട് വന്നിട്ട് ഇതിന് ആവശ്യമുള്ള വണ്ടികൾ പറഞ്ഞോണം. നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കണം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പോൾ ഒരു യൂസ്ഡ് ബാഗ് ഷോറൂമിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ എവിടെയല്ല, കൊല്ലം ജില്ല കരുനാഗപ്പള്ളിയിലുള്ള എംറൈഡേഴ്സ് എന്ന യൂസ്ഡ് ബാഗ് ഷോറൂമിലാണ് ഗൈസ് ഞാൻ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ആളുണ്ട്. ഹലോ മുത്തേ, നൗഷാദിക്കാരുടെ ഷോപ്പാണ്ടാ. നൗഷാദിക്കാൻ എല്ലാവരും അറിയാന്ന് വിചാരിക്കുന്നു. സ്വന്തമായി ചാനലൊക്കെ ഉണ്ട്. നമ്മളെ വലിയ നിങ്ങളുടെ അത്ര വലിയ ചാനലൊന്നും അല്ലല്ലോ. നമ്മള് ചെറിയ കൊച്ചു ചാനൽ. കാരണം ഡെയിലി വരുന്ന 1-2 വണ്ടികളൊക്കെ ഒന്ന് കാണിച്ച് പോകാൻ വേണ്ടി. കാരണം ഈ ഒരുമിച്ച് നിങ്ങളെ പോലുള്ള വലിയ ആൾക്കാരെ വിളിച്ചല്ല മൊത്തം വണ്ടികളെ കാണിക്കാൻ പറ്റുള്ളൂ. ഇന്ന് നമുക്കാണ് ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. തീരെ കുറഞ്ഞ വണ്ടികൾ മുതൽ ഏത് റേഞ്ചിലുള്ള വണ്ടികൾ വരെ നമുക്ക് ഇന്ന് കാണിക്കാം. ഇത്രയും വലിയ മഴയായിട്ട് ഞാൻ വരാൻ പറഞ്ഞത് അറിയോ, കുറെ വണ്ടികൾ നമുക്ക് നല്ല സ്റ്റോക്ക് വന്നിട്ട് ഇത് തീരുന്നതിന് മുമ്പ് എല്ലാ ആൾക്കാരെയൊക്കെ ഒന്ന് കാണിച്ച് നമുക്ക് വേണ്ടവർക്ക് ഇതിനകത്തുനിന്ന് വേണ്ട കാര്യങ്ങൾ സെലക്ട് ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഗായ്സ് അപ്പം നല്ല മഴയാണ്. പിന്നെ പുള്ളിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. പുള്ളി ഓൾറെഡി വീഡിയോ പറഞ്ഞിട്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്ര സ്ട്രെയിൻ എടുത്ത് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് സ്പീഡിൽ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും വണ്ടികൾ കാണിക്കണ്ടേ. ഷോറൂമിൽ എല്ലാം വണ്ടികളിരിപ്പുണ്ട്. നമുക്ക് എല്ലാ വണ്ടികളും ഇന്ന് കാണിക്കണം. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് ഒന്ന് പറഞ്ഞേക്ക്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി പുതിയകാവ് എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ആലപ്പുഴ എന്നൊക്കെ വരുന്നവർക്ക് നമ്മൾ ഓച്ചറ കഴിഞ്ഞിട്ട് പുതിയകാവ് എത്തുന്നതിന് ഒരു 100 മീറ്റർ മുന്നേ റൈറ്റ് സൈഡും, കൊല്ലം തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് പുതിയകാവ് കഴിഞ്ഞിട്ട് ഒരു 100 മീറ്റർ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ലെഫ്റ്റ് സൈഡായിട്ട് എംറൈഡേഴ്സ് എന്ന് പറഞ്ഞ് ഷോറൂമാണ്. ഒരു ചായപ്പീടിയ, ഹോട്ടൽ, ഒരു സുസുക്കിയുടെ ഷോറൂം, എല്ലാത്തിൻ്റെ അവിടെ സെൻട്രലായിട്ട് എംറൈഡേഴ്സ് എന്നുള്ള ഷോറൂം നമുക്ക് വലിയ ബോർഡ് കാണാൻ പറ്റും. നമ്മുടെ നമ്പർ, കാര്യങ്ങൾ, ഇതിന്റെ ലൊക്കേഷൻ എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം അതിനകത്ത് നോക്കിയിട്ട് എല്ലാവരും വരയോ വിളിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത്. ഫിനാൻസ് എല്ലാം നമുക്ക് പഴയതുപോലെ ആയിട്ടുണ്ട്. ചെറിയ എമൗണ്ടിന് വണ്ടികൾ ഇറക്കാൻ പറ്റും. ഇടയ്ക്ക് വെച്ച് ഫിനാൻസ് ഒക്കെ നിർത്തിയായിരുന്നു. എല്ലാം ഓൾ കേരള നിർത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം റെഡി ആയിട്ടുണ്ട്. സിവിൽ സ്കോർ, കാര്യങ്ങൾ, ട്രാക്ക് ഒക്കെ പക്കായിട്ടുള്ളവർക്ക് 1 മണിക്കൂർ കൊണ്ട് വണ്ടിയായിട്ട് ഇപ്പോൾ പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട്. മാക്സിമം നമുക്ക് അന്നേരം വണ്ടികൾ മാക്സിമം ഒരു റേറ്റ് കുറച്ച് തന്നെ ഇന്നത്തെ വണ്ടികൾ നമ്മളിന്ന് വില കുറയ്ക്കും. നമ്മുടെ അല്ലെങ്കിലും പറഞ്ഞാൽ ഇത്രയും വണ്ടികൾ പറയുന്നതിനകത്ത് നമ്മൾ വില നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വന്നാൽ നമ്മൾ ഈ പറയുന്ന വിലയോ കാര്യങ്ങളൊന്നും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരും. കാരണം ഇതേപോലെ 100 കണക്കിന് വണ്ടികൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ട് പറയാനൊന്നും പറ്റില്ല. ചെറുതായിട്ട് മോഡൽ ഇതിനകത്ത് വില പറയാതെ വേണേൽ വണ്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു പോകാൻ പറ്റും. പക്ഷെ അന്നേരം ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയ വേണം. ഒരു എത്ര രൂപ അജാസ് വരുവാണെങ്കിൽ അജാസിന് അറിയാം എന്റെ ലിറ്റർ ഉണ്ട്, എനിക്ക് അതിനുള്ള ഒരു വണ്ടി വേണമെന്നുള്ള ഒരു തോന്നൽ വേണം. എന്നാൽ അതിനനുസരിച്ചുള്ള വണ്ടികൾ ഇതിനകത്തുണ്ടോ എന്ന് അറിയാൻ പറ്റും. നേരെ മറിച്ച് വില പറയാതെ പോയവർ ചോദിക്കും, നിങ്ങൾ എന്ത് വില പറയാതെ ഞങ്ങൾ എങ്ങനെ അറിയുന്നതെന്ന് ചോദിക്കും. അതുകൊണ്ടാണ് എല്ലാ വണ്ടിയുടെയും വില പറയുന്നത്. എല്ലാ വണ്ടിയുടെ A to Z വിലകൾ നമ്മൾ പറയും. പക്ഷെ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്ത് തന്നിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ. ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇതൊന്നും അല്ല, നമ്മുടെ അത്യാവശ്യം സ്പോർട്സ് ബൈക്ക് ഒക്കെ ഷോറൂമിലല്ലേ എല്ലാ സാധനവും കൊടുക്കും, ഏത് വേണമെങ്കിലും കൊടുക്കും. അപ്പൊ നമുക്ക് ആദ്യം പാഷൻ പ്രോ ഇരിക്കുന്നുണ്ട്. പാഷൻ പ്രോ വരുമ്പോൾ 2021 മോഡൽ. വണ്ടിയുടെ ക്വാളിറ്റി പക്കായിട്ട് എടുത്ത് കാണിച്ചേക്കണം. ഇന്നത്തെ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആണ് മെയിൻ ആയിട്ടുള്ള കേസ്. ക്വാളിറ്റി ആണ് എന്റെ സാറേ എന്ന് പറയുന്നോട്ടുള്ള സാധനം. ക്വാളിറ്റിയാണ് താരം. നമുക്ക് 2021 വണ്ടി വരുമ്പോഴത്തേന് നമുക്കൊരു 55,000 രൂപയ്ക്ക് നമുക്ക് 55,000 നമ്മൾ 63,000 രൂപ ഇട്ടിരിക്കുന്ന വണ്ടി 55,000 രൂപയ്ക്ക് നമുക്ക് ഇന്ന് വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് സ്പെഷ്യൽ ഓഫർ. അടുത്ത വരുന്നത് 2022 മോഡൽ സ്പ്ലെൻഡർ. ഇതും വരുന്നത് 2022 മോഡൽ സ്പ്ലെൻഡർ. ഇത് രണ്ടും 2022. ഇതിന്റെ സ്പ്ലെൻഡറിന് നല്ല കളക്ഷൻ നമുക്കിപ്പോൾ ഉണ്ട്. അതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് അവിടെ പോയിട്ട് അതും കൂടെ കാണിക്കാം. ഇത് 22,000, ഇത് 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടികളെ പറയുന്നത് ഓണർഷിപ്പ് ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സിംഗിൾ ഓണർ 99% വണ്ടി സിംഗിൾ ഓണർഷിപ്പ് തന്നെ ഫസ്റ്റ് ഓണർ തന്നെ എടുക്കാൻ നോക്കുന്ന സർവീസ് ഹിസ്റ്ററി നോക്കിയിട്ട് എടുക്കുന്നത്. ഇതൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു നമുക്കൊരു 65 രൂപ റേഞ്ചിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇത് 65 ആണോ? രണ്ടും ഒരേ ക്വാളിറ്റി ഉള്ള വണ്ടികൾ, ചെറിയ സ്ക്രാച്ചസ് പോലും ഇല്ലാതെ അത്രയും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വണ്ടികൾ. പിന്നെ ഫിനാൻസ് എടുത്താണ് ഏകദേശം 10 രൂപ 5 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ പഴയതുപോലെ തന്നെ കിട്ടാൻ തുടങ്ങും. കാരണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് ഫിനാൻസ് എടുത്തോണ്ട് പോകുന്നവരൊന്നും അടയ്ക്കാതെ മൊത്തം പ്രശ്നമായിട്ട്
ഫിനാൻസുകാർ പൂർണ്ണമായിട്ടും നിർത്തിയായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടുത്തെ കുറച്ച് ഷോറൂമുകൾ ഇപ്പോൾ അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ ആക്കിയിട്ട് ആദ്യത്തെ സമയത്ത് അവർ നമുക്കിപ്പോൾ 1 ലക്ഷം രൂപ ഫിനാൻസ് കിട്ടിക്കൊണ്ടിരുന്ന വണ്ടിക്കെല്ലാം ഒരു 40 രൂപ 50 രൂപ ആക്കിയായിരുന്നു. അത്രയും ഭീമമായ തുക ആദ്യം അടയ്ക്കണം. ഇപ്പൊ അങ്ങനെ നമ്മൾ ഫിനാൻസ് പൂർണ്ണമായിട്ടും വേണ്ട എന്നുള്ള തീരുമാനത്തിൽ റെഡി കാശ് ഉള്ളവർക്ക് മാത്രം വണ്ടി കൊടുക്കുക എന്നുള്ള രീതിയിൽ തീരുമാനം എടുത്തപ്പോഴത്തേന് ഇപ്പൊ അവർ പഴയ ട്രാക്കിലോട്ട് എത്തിയിട്ടുണ്ട്. അന്നേരം ഇപ്പൊ ഏകദേശം അത്യാവശ്യം പഴയതുപോലെ തന്നെ ഒരു 10 രൂപ റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വണ്ടികളും ഇപ്പൊ എടുത്ത് പോകാൻ പറ്റും. അപ്പൊ ഫിനാൻസുകാർ പഴയ ട്രാക്കിലായിട്ടുണ്ട്, നിങ്ങളുടെ ട്രാക്ക് നോക്കണം. അത് തന്നെ, നിങ്ങൾ നമ്മുടെ ട്രാക്കിലോട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് വന്നേച്ചാൽ മതി. വിക്രാന്ത് ഒരുപാട് പേര് ഇപ്പൊ ഇടയ്ക്കൊക്കെ വിളിച്ച് ചോദിച്ചായിരുന്നു. കാരണം ഒരു ചെറിയ ബജറ്റ് വരുന്ന 2017 മോഡൽ വണ്ടിയാണ്. ഇതൊക്കെ നമുക്ക് ഒരു 10-23,000 രൂപയ്ക്ക് നമുക്ക് 23,000 രൂപ നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടി എടുത്തോണ്ട് പോകുന്നവർക്കൊന്നും ഒന്നും ചെയ്യാനൊന്നുമില്ല. ഈ കാണിക്കുന്ന വണ്ടികളെല്ലാം അത്രയും ഹൈ ക്വാളിറ്റി വണ്ടികളാണ് കാണിക്കുന്നത്. ഈ ഹൈ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ വണ്ടിയുടെ കാഴ്ചയ്ക്കുള്ള മാത്രമല്ല, നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒന്നും ചെയ്യേണ്ട ആ ഒരു കണ്ടീഷനിലുള്ള വണ്ടികളാണ് നമ്മളിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവഞ്ചർ വരുമ്പോഴത്തേനും 2016 മോഡല് 2016 മോഡൽ വരുമ്പോഴത്തേനും നമുക്ക് ഏകദേശം ഒരു 35 രൂപയ്ക്കകത്ത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി, ഒരു 35 രൂപയ്ക്ക് അകത്ത് നിർത്തി നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. 2022 മോഡൽ ഇതൊക്കെ വരുമ്പോഴത്തേനും ഏകദേശം ഒരു 1.28 നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 2022 നമ്മൾ നല്ല ഓഫർ ഇട്ടേക്കുന്നത്. നല്ല ഓഫറാണ് കാണിച്ചോടെ, അതൊന്നും ഒരു കുഴപ്പമില്ല. 1,22,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ബുള്ളറ്റ് 2015 മോഡൽ വണ്ടിയാ. ഈ വണ്ടി വരുമ്പോഴത്തേനും ഏകദേശം നമുക്ക് ഒരു 59,000 രൂപയ്ക്ക് നമുക്ക് ഈ ബുള്ളറ്റ് കൊടുക്കാം. 350 ക്ലാസിക് വണ്ടി, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടികളാണ്. ഇത് വരുമ്പോൾ 2021 NS 125 കിട്ടാനില്ലല്ലോ. അത് നമുക്ക് നല്ല മൈലേജും ഉണ്ട്, അല്ലെങ്കിൽ കിക്ക് ലിവർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു മോഡൽ വണ്ടി. ഇതൊക്കെ വരുമ്പോഴത്തേനും ഒരു 65,000 രൂപയ്ക്ക് നമുക്ക് 65,000. സ്പീഡിൽ പറഞ്ഞു പോകുന്നത് എന്താ പറയാ, നമ്മൾ മറ്റേതുപോലെ പറയാതെ പറഞ്ഞാൽ ഇത് പെട്ടെന്ന് പറഞ്ഞ് ഇത്രയും വണ്ടികൾ തീർക്കണം. കാരണം മിനിറ്റ് കൂടി കഴിഞ്ഞാൽ പണിയാണ്. അതെ. അന്നേരം അടുത്തത് വരുന്നത് നമുക്ക് 2020 മോഡൽ പ്ലാറ്റിന വരുമ്പോഴത്തേനും നമുക്ക് ഫൈനൽ വില എന്ന് പറയുമ്പോൾ ഒരു 40,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ഈ വണ്ടി എല്ലാ സെറ്റപ്പാണ്. പൾസറിന്റെ നല്ലൊരു കളക്ഷൻ വന്നിട്ടുണ്ട്. 2019, 2020, 2021, 2022 എല്ലാ മോഡൽ സാധനം ഇരിപ്പുണ്ട്. ഇത് 2019 വണ്ടി വരുന്നത്. ഇത് വരുന്നത് 150 വണ്ടി. ഈ വണ്ടി വരുമ്പോഴത്തേന് വില ഇട്ടേക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ വണ്ടി നമുക്ക് 59,000 രൂപയ്ക്ക് 59,000 ഫിനാൻസ് ഇട്ടാണ് ഏകദേശം 10 രൂപ ഡൗൺ പേയ്മെന്റ്. ഒന്നും വേണ്ട, 10 രൂപ ഒന്നും വേണ്ട, 5 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 5,000 രൂപയ്ക്ക് നമുക്ക് ഇത് ഇറക്കി കൊടുക്കാം. 2017 വണ്ടി FZ മിഡ്ഷിപ്പ് വണ്ടി നോക്കുന്നവർക്ക്, വെർഷൻ 1 വണ്ടി നോക്കുന്നവർക്ക് ഈ വണ്ടി വരുമ്പോഴത്തേന് നമുക്ക് 43,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ പോട്ടെ 42,000 രൂപയ്ക്ക് പേരിലോട്ട് മാറ്റി കൊടുക്കുന്ന എമൗണ്ടുകളാണ് പറയുന്നത്. 42,000 രൂപയ്ക്ക് ഒന്നുമില്ല, വേറെ ഒരു കാര്യങ്ങളല്ല. ഫിനാൻസ് ഇടുന്നതിന് അവരുടെ സർവീസ് ചാർജ് എല്ലാം കൂടെ ഉൾപ്പെടെ അവര് പറയത്തുള്ളൂ. നമുക്കല്ല വേറെ റെഡി കാശിന് എടുക്കുന്നവർക്ക് വേറെ 150 2021 വണ്ടി. ഇതൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു 68,000 രൂപയ്ക്ക് നമുക്ക് 68 രൂപ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ക്വാളിറ്റിയും കൂടെ ഒന്ന് കാണിച്ചേക്കണം. ഒരു പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർക്ക് എടുത്തോണ്ട് പോകുക എന്നുള്ളതിൽ കഴിഞ്ഞ് വേറെ ഒരു കാര്യമില്ല. വരെ നമ്മൾ ഇവിടുന്ന് ഒക്കുവാണെങ്കിൽ അങ്ങ് അടിച്ചു കൊടുത്തു വിടും. കാരണം അവര് പോട്ടെ. അടുത്തത് 2018 കാർബേറ്റർ ഉള്ള മോഡൽ BS4 വണ്ടി 2018 വണ്ടി കൊടുക്കാം. 41,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 2018-19 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി 41,000 രൂപയ്ക്ക് പേരിലോട്ട് മാറ്റി നമ്മൾ അടുത്ത വരുന്നതും പാഷൻ പ്രോ തന്നെ. ഇത് പുതിയ മോഡൽ വണ്ടി 2021 മോഡൽ വണ്ടി. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 55,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് 55,000 കിലോമീറ്റർ ഏകദേശം ഉണ്ടാവും. കിലോമീറ്റർ നോക്ക്, അത് ഓണാക്കി പറഞ്ഞുകൂടെ അങ്ങോട്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ. 13 13,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും വണ്ടികളുണ്ട്. കിലോമീറ്റർ എടുത്ത് പറയുന്നില്ല, മാക്സിമം എല്ലാം ലോ കിലോമീറ്റർ വണ്ടികൾ തന്നെ. ഏകദേശം ഒരു 30,000, 25,000, 15,000 ആ റേഞ്ചിനകത്തോട്ട് ഓടിയ വണ്ടി. അടുത്തത് ഇത് വരുന്നത് നമുക്ക് ഷൈൻ എടുക്കാൻ നിൽക്കുന്നവർക്ക് 2029 ലോ കിലോമീറ്റർ വണ്ടിയാ. ഇത് വരുമ്പോൾ 20,000 കിലോമീറ്ററിനകത്ത് ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആയെന്ന് പറയാൻ പറ്റില്ല, ആരെ ഓണർഷിപ്പ് ഓടിയിട്ടില്ല വണ്ടിയാ. ഇങ്ങോട്ട് കാണിച്ചു നോക്ക്. മിനിമം കുറച്ചെങ്കിലും അതേ പറ്റത്തുള്ളൂ. 2023 വണ്ടിയാ. ഈ വണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഫൈനൽ ഒരു 66,000 രൂപയ്ക്ക് നമുക്ക് പുത്തൻ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർക്ക് എടുത്തോണ്ട് ഒരു സ്റ്റിക്കർ പോലും ഇളക്കി കളഞ്ഞിട്ടില്ല. പൾസർ അതേപോലെ തന്നെ അടുത്ത വീണ്ടും വരുന്നത് പൾസർ 2021 125 കൊടുക്കാം മക്കളെ. 59,000 രൂപയ്ക്ക് കൊടുക്കാം. 59,000 രൂപയ്ക്ക് നമുക്ക് കൊടുത്തു. എല്ലാം കഴിഞ്ഞ കാലിബർ അത് നമുക്ക് ഇപ്പൊ കാണിക്കണ്ട. നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോകാം. ഡബിൾ മൈൻഡിൽ നിൽക്കുന്നത് കൊണ്ട് കൊടുക്കണോ വേണ്ട എന്നുള്ളൊരു തീരുമാനം. അത് തന്നെ. അടുത്ത വരുന്നത് നമുക്ക് ഫസിനോ പുതിയതല്ലേ, ഹൈബ്രിഡ് 2021 മോഡൽ. ഈ വണ്ടി നമുക്ക് ഒരു 59,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കും. 2021 വണ്ടി, ഹൈബ്രിഡ് വണ്ടി, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി. പക്ഷേ അതൊക്കെ പിന്നെ വേറെ കാര്യം, പലരും GST കാര്യം പറയുന്നുണ്ട്. നമ്മളെല്ലാം കുറച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. GST എന്ന് പറഞ്ഞാൽ ഈ സാധനം നമ്മൾ നേരത്തെ വിറ്റോണ്ടിരിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഏകദേശം 69-70 രൂപയ്ക്കകത്ത് വിറ്റോണ്ടിരുന്ന സാധനങ്ങൾ. അതാ GST എന്ന് പറയുമ്പോൾ ഇപ്പം 10% മേളിൽ വണ്ടിക്ക് വില കൂട്ടിയിട്ടുണ്ട്. എല്ലാ വണ്ടിക്കും വില കൂട്ടി. GST പറഞ്ഞാൽ വണ്ടി കമ്പനികൾ വില കൂട്ടി. ഇപ്പൊ ആക്സസ് നേരത്തെ എടുത്തിരുന്ന 120 അടുത്ത് വന്നിട്ട് ആ വില തന്നെ ഇപ്പോഴും ആവുന്നുണ്ട്. ചെറിയൊരു വേരിയേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഏകദേശം 7,000-8,000 രൂപ കുറവ് വരുമ്പോൾ നമ്മളും ഏകദേശം 10,000 രൂപ തലത്തിൽ വില കുറയുമ്പോൾ നമ്മളിവിടെ വില കുറച്ച് കേരളത്തിൽ വില കുറച്ചോണ്ടിരിക്കും. അത് നമ്മുടെ അടുത്ത് വരുന്നത്
XP എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് എഡിഷൻ 2 വണ്ടിയാണ്. XP ഏറ്റവും ടോപ്പ് 22 മോഡല് 2022 2021. ഇതൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു 65,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഇത് വരുമ്പോഴത്തേന് നമുക്ക് ഒരു ഫൈനൽ പ്രൈസ് ഒരു 70,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 2022 2021 ഏറ്റവും ടോപ്പ്, അതായത് അലോയ് ഒക്കെ റെഡ് വരുന്ന മോഡൽ പറപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ വണ്ടിയാണ്. ഇത് കഴിഞ്ഞുള്ള ടോപ്പ് എൻഡ് ഇല്ല ഇവിടെ, അത്രയും പറപ്പം വണ്ടികളാണ്. അടുത്ത വരുന്നത് 2020 മോഡൽ ഇതിന്റെ റേസ് എഡിഷൻ വണ്ടി. ഇതൊക്കെ ഒരു റയർ കളറായിട്ട് വരുന്നത്, എപ്പോഴും റെഡും ബ്ലാക്കും വരുന്നത് റേസ് എഡിഷൻ വരുന്നത്. മഞ്ഞക്കിളി എന്ന് പറയും. മഞ്ഞക്കിളി ഇതൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു 58 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന താഴെ മതി. ഇപ്പൊ ഇന്നലെയൊക്കെ ഉണ്ടോർക്കൊക്കെ 6 രൂപയ്ക്കൊക്കെ ഇറക്കിയായിരുന്നു വേറെ വണ്ടികളൊക്കെ കൊടുത്തപ്പോ. ആക്റ്റീവ 2022 വണ്ടി, കിളിക്കുഞ്ഞു വണ്ടികളെല്ലാം എല്ലാം ക്വാളിറ്റി കാണിക്കേണ്ട കാര്യമില്ല, അത്ര ഹൈ ക്വാളിറ്റി വണ്ടികളാണ് ഇന്നത്തെ കാര്യങ്ങൾ. എല്ലാ സാധനവും A to Z സാധനങ്ങളുണ്ട്. പറഞ്ഞോട്ട് ഇപ്പൊ ഇനി ഒരാൾ വന്നിട്ട് ഇനി എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. ഇവിടെ മെക്കാനിക്കും കാര്യങ്ങളും സർവീസ് എല്ലാം ഉള്ളതല്ലയോ, അത് പറയേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ കസ്റ്റമർക്ക് അറിയാതൊക്കെ. പുതിയ ഷോറൂം പോലെ പുതിയ ഷോറൂം പോലെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് നമ്മൾ പൈസ വാങ്ങുന്നില്ല, അതൊന്നുമില്ല. ഇപ്പൊ ഇന്നലെ ഒരു വണ്ടി എടുക്കാൻ വന്നപ്പോൾ പറഞ്ഞ എണ്ണ അടിക്കാൻ പൈസ ഇല്ല, എണ്ണ അടിച്ച് കൊടുത്തു വിടുക എന്നുള്ളത് എളുപ്പം. നമ്മുടെ അതിനകത്ത് ലാഭമോ അല്ലെങ്കിൽ നഷ്ടമോ കാര്യങ്ങളോ ഒന്നും അല്ല നോക്കേണ്ടത്. ഇപ്പൊ ഒരു കസ്റ്റമർ വന്നപ്പോ നീ ഒരു വണ്ടി എടുക്കാൻ ഇവിടെ വരുന്നത്, നാളെ ഒരു സമയത്ത് നിന്റെ കെയർ ഓഫിൽ ഒരാള് ഒരു വണ്ടി എനിക്ക് വേണമെന്ന് പറയുമ്പോൾ അതിന്റെ അടുത്ത് പോവാം എന്ന് നമ്മുടെ അടുത്ത് പറയാം. അതാണ് നമ്മുടെ ഒരു ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഈ വണ്ടി നമുക്ക് 65,000 രൂപയ്ക്ക് 2022 വണ്ടി കൊടുക്കും. എല്ലാ വണ്ടികളും നമ്മൾ ഇട്ടിരിക്കുന്ന വിലയൊന്നും അല്ല, ഞാൻ വില ഇട്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ഓഫറിനുള്ള വില അതിനകത്ത് നിന്നൊക്കെ നല്ല മാറ്റങ്ങൾ ചെയ്ത് നമ്മൾ കൊടുക്കും. പിന്നെ 125 ആക്റ്റീവ് 2017 വണ്ടി, ഇത് വരുമ്പോഴത്തേന് 39,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ. ക്ലീൻ പീസ് വണ്ടികൾ ഇതെല്ലാം നല്ല ആക്സസ് 2018 വണ്ടി, ഇത് വരുമ്പോഴത്തേന് നമുക്ക് ഒരു 46,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത്. ഇച്ചിരി വില കൂടുതലുള്ള വണ്ടികൾ, കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ ക്വാളിറ്റി വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇതെല്ലാം സിംഗിൾ ഓണർഷിപ്പ് ആണെങ്കിലും ചില കസ്റ്റമർ എടുത്ത് നമുക്ക് കിട്ടുന്ന അനുസരിച്ച് നമ്മളിത് കൊടുക്കുന്നത്. അന്ന് അടിച്ച എണ്ണ സഹിതം പൈസ വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ചില കസ്റ്റമേഴ്സ് അവരെടുത്തൊന്നും ഇതൊക്കെ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഡിയോ 2018 വണ്ടി, ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 46 രൂപയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാം. 46,000 ഇത് വരുമ്പോൾ 2021 വണ്ടി, ഇതൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു 65 രൂപ 60 രൂപ റേഞ്ചിനകത്ത് നമുക്ക് കൊടുക്കാം. എല്ലാ സിംഗിൾ ഓണർഷിപ്പ് വണ്ടികൾ. ഇത് വരുമ്പോൾ 2019 BS4 വണ്ടികൾ, ലാസ്റ്റ് ഇറങ്ങിയ വണ്ടികൾ. ഇതൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു 52 രൂപ 53 രൂപ റേഞ്ചിനകത്ത് നമുക്ക് പേരിലോട്ട് മാറ്റി കൊടുക്കാൻ പറ്റുന്ന. ഇതിനൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം എനിക്ക് 6,000 രൂപ 10 രൂപയ്ക്ക് അകത്ത് എന്തായാലും എടുക്കാം. നമ്മുടെ 10 താഴെ വണ്ടി ഇരിക്കല്ലേ കൊടുക്കാം, കുറഞ്ഞ വണ്ടികൾ കാണിക്കാം. ജൂപ്പിറ്ററിന് തന്നെ 125 ഇരിപ്പുണ്ട്. ജൂപ്പിറ്ററിന്റെ 125 എന്ന് പറയുമ്പോൾ ഇത് 2022 മോഡൽ വണ്ടിയാണ്. ഇതൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഏകദേശം ഒരു 68 രൂപ ആ റേഞ്ചിനകത്ത് നമുക്ക് കൊടുക്കാം. 125 വണ്ടിയാണ്, സീറ്റിന് അടിക്കാൻ നല്ല ഇഷ്ടംപോലെ സൗകര്യങ്ങളുള്ള വണ്ടിയാണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ പണിസ്ഥലം അല്ലെ. ഇവിടെ നമുക്ക് വണ്ടികൾ കയറ്റി വെക്കാൻ ഇപ്പൊ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് വണ്ടികൾ ഒരുപാട് സ്റ്റോക്ക് ഉള്ളതുകൊണ്ടും നമ്മൾ ഇങ്ങോട്ടെല്ലാം വണ്ടികൾ ഇറക്കാൻ പറ്റുന്നില്ല വണ്ടികൾ. എന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ സാർ നമ്മൾ അവിടെ വെച്ചല്ലേ വണ്ടി അടിച്ചുള്ള ആൾക്കാരാണ്. ഇതിപ്പോ വരുമ്പോഴത്തേന് 2016-17 രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. ഇതൊക്കെ വരുമ്പോഴത്തേന് ഒരു 10-33,000 രൂപയ്ക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. 2021 2 റേസ് സെറ്റാറ് ലൈറ്റ് ഫ്രീ അത് ഫ്രീ. 2021 2 റേസ് സെറ്റാറ്, 2 ഹൈബ്രിഡ് വണ്ടി. ഇത് വരുമ്പോഴത്തേന് ഏകദേശം 2 വണ്ടി ഒരു 65 രൂപ റേഞ്ചിനകത്ത് നമുക്ക് 63,000 രൂപ കൊടുക്കാം. പിന്നെ 2 HF Deluxe ഇരിക്കണ്ടല്ലോ. HF Deluxe ഒരെണ്ണം 2019 ഒരെണ്ണം 2021. ഇത് 19, അത് 2019. എന്താ വില കൊടുക്ക്? ഇതിനകത്ത് എന്താ നോക്കാൻ, ഇയാളൊരു വില പറഞ്ഞ കൊടുക്ക്. ഒരു 42,000 രൂപയ്ക്ക് കൊടുക്കും. 42,000 രൂപയ്ക്ക് കൊടുക്കും. 2019 വണ്ടി. 33,000 കിലോമീറ്റർ. അതാണെങ്കിൽ അടുത്ത വരുന്ന 2021-22 രജിസ്ട്രേഷനുള്ള വണ്ടി. ഇതാകുമ്പോൾ നമുക്ക് 60 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 59,000 രൂപയ്ക്ക് ഫൈനൽ ഈ വണ്ടി 2021-22 കൊടുക്കാം. കുറഞ്ഞ യൂണിക്കോൺ ചോദിച്ചു വരുന്നവർക്കാണ്ട് നമ്മളൊരു 18,000 രൂപയ്ക്ക് കൊടുത്തരാം. 2013 വണ്ടി ഒരു 18,000 രൂപയ്ക്ക് കൊടുത്തരാം. 18,000 രൂപയ്ക്ക് 2013 മോഡൽ വണ്ടി. പിന്നെ സ്പ്ലെൻഡർ ഒക്കെ ഇവിടെ എല്ലാം ഇരിപ്പുണ്ടെന്നും വാഷൊന്നും ചെയ്യാതെ 2021 വണ്ടി, 15 ആക്റ്റീവ, 2021 ജൂപ്പിറ്റർ, എല്ലാ വണ്ടികളും ഇരിപ്പുണ്ട്. അങ്ങോട്ട് ഇവിടെ 2 സാധനം ഇരിക്കണ്ടേ, അത് കാണിക്കണ്ടേ? ഏത് വണ്ടിയോ കാണിക്കണ്ടേ? അണ്ടർ മാത്രമാണ്. ഇതൊരു സ്പെഷ്യൽ വണ്ടി കേട്ടോ. ഈ പൾസർ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ വണ്ടി എന്ന് പറഞ്ഞാൽ ഈ വണ്ടി അധികം ഓടിയിട്ടില്ല. 2023 വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചിന് ഇതുപോലെ സ്ത്രീധനം കൊടുത്തതാ. എത്ര കിലോമീറ്റർ ഉണ്ട്? കിലോമീറ്റർ ഏകദേശം 6,000 എത്ര കണ്ട്. 2023 വണ്ടിയാ. 2023 വണ്ടി ഓടിയേക്കുന്ന കിലോമീറ്ററോട് ഇപ്പൊ പറഞ്ഞു കൊടുക്കാം. കിലോമീറ്റർ കണ്ട് 9,000 കിലോമീറ്റർ. 23 വണ്ടി എന്ന് പറഞ്ഞാൽ അത് വണ്ടിയുടെ ഒരു ക്വാളിറ്റിയും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഒരു രജിസ്റ്റേർഡ് വണ്ടിയൊക്കെ എടുക്കാൻ നിൽക്കുന്നവർക്ക് ഏകദേശം നല്ലൊരു ഓഫർ പ്രൈസ് കിട്ടാൻ പോകുന്ന വണ്ടിയാണ്. 2023 ഈ 150 വണ്ടി നമുക്ക് ഒരു 80,000 രൂപയ്ക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 80 രൂപയ്ക്ക് കൊടുക്കാം. കാരണം നല്ലൊരു ഡീലാണിത്. കാരണം ഈ വണ്ടി കൊണ്ടുപോകുന്നവർക്ക് ഇത് കണ്ടോ, ഒരു ചെറിയ സ്ക്രാച്ച് പോലും ഇല്ല. ആ ഒരു സ്റ്റിക്കർ പോലും പോകാത്ത അത്രയും നല്ലൊരു ക്വാളിറ്റി വണ്ടി. ആ വണ്ടിയുടെ ഒരു നട്ട് പോലും നോക്കി നമ്മൾ ഷോറൂമിൽ ഇരുന്നാൽ അത് പുതിയ വണ്ടി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. വന്നിട്ടില്ല.
തൊട്ടിട്ട് പോലും ഇല്ല. ഈ വണ്ടി അവിടെ കയറ്റി വെച്ചിട്ട് ഞങ്ങളിപ്പോ പോയി എടുത്തോണ്ട് ഡിവോഴ്സ് ആയി അങ്ങനെ ഞങ്ങൾ എടുത്തോണ്ട് വന്ന വണ്ടി ചെയ്ത് അവർ നമ്മുടെ തന്നെ ഇപ്പൊ ഫിനാൻസ് എല്ലാം ക്ലോസ് ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തത്. അപ്പൊ ഈ 100 ഡേയ്സ് അണ്ടർ ഈ പറഞ്ഞ പോലെ ഒരു കിളി വണ്ടിയാ. കിളിവണ്ടി 2022 വണ്ടി. ഇതിപ്പോ ഇന്നലെ വന്ന വണ്ടിയാ. 2022 വണ്ടിയാ. താങ്കെല്ലാം PPF ചെയ്തിരുന്നത്. നമ്മളിപ്പോ PPF ഒക്കെ ഇളക്കി കളഞ്ഞ് അളിയനെ ഇങ്ങനെ വെച്ചിരിക്കുക. മൊത്തം ഫുള്ള് PPF ചെയ്തിരുന്ന വണ്ടിയാ. നമ്മളിപ്പോ ഇളക്കി കളഞ്ഞു. കാരണം ഇതിനകത്ത് മറ്റേ PPF ചെയ്തേക്കുന്നതിനകത്ത് അഴുക്ക് പിടിച്ച് ഒരുമാതിരി കളറായിട്ടിരുന്നു, അലമ്പായിട്ടിരുന്നു. അന്നേരം ഞാൻ വന്നപ്പോൾ വിചാരിച്ചു നമ്മൾ എടുത്ത വണ്ടി ഇതല്ലല്ലോ, ടാങ്ക് ഒരുമാതിരി ഇരിക്കുന്നല്ലോ എന്ന് വിചാരിച്ച് വന്നപ്പം ഇതിനകത്ത് PPF ഒട്ടിച്ചിരിക്കുക. അതെല്ലാം പുതിയ വണ്ടിയുടെ അതേ കണ്ടീഷൻ ആയിട്ടുണ്ട്. 2022 വണ്ടി. ഇത് വരുമ്പോൾ നമുക്ക് ഒരു 1.39 നമുക്ക് ഫൈനലി. ഇതൊക്കെ എടുക്കുന്നവർക്ക് ഒന്നും ചെയ്യാനില്ല. എല്ലാ ഫിറ്റിംഗ്സും കാര്യങ്ങളും എല്ലാ A to Z മൊബൈൽ ചാർജർ വരെ എല്ലാ സാധനങ്ങളും ലൊക്കേഷൻ നോക്കി പോകാനോ എല്ലാത്തിനും പറ്റിയ. ഇതൊക്കെ പിന്നെ നമുക്ക് വരുന്നത് ഓഫർ പ്രൈസുകളുടെ ചാകരയാണ്. ഇതൊക്കെ വരുമ്പോ ഒരു 8,000 രൂപയ്ക്കൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഒരു 8,000 രൂപയ്ക്കൊക്കെ നമ്മുടെ ഇതൊക്കെ വരുമ്പോൾ ഒരു 15 രൂപയ്ക്ക് ആ റേഞ്ചിനകത്തൊക്കെ കൊടുക്കാൻ പറ്റും. 2015 സുസുക്കിയുടെ തന്നെ വണ്ടി സെയിം എഞ്ചിനൊക്കെ വരുന്നത്. ഇതൊക്കെ വരുമ്പോൾ ഒരു 10-15 രൂപയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ ഇത് 2019 ഡിയോ ഇതെല്ലാം ഇപ്പൊ വന്ന വണ്ടിയാ. ഇതൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു 48 രൂപയ്ക്കൊക്കെ നമുക്ക് പിന്നെ ജൂപ്പിറ്റർ വരുമ്പോൾ 2021 വണ്ടി. ഇതൊക്കെ വരുമ്പോൾ ഒരു 10-55 രൂപയ്ക്കൊക്കെ നമുക്ക് ഫുള്ള് പണികളെല്ലാം തീർന്നിരിക്കുന്നത്. ഇനി ബോഡി വാഷും കാര്യങ്ങളും പോളിഷും കാര്യങ്ങളൊക്കെ ഉള്ളു. 2022 മോഡല് SP ഷൈൻ SP. ഇതൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഇതൊക്കെ ഇന്ന് വന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ വണ്ടികൾ. അതുകൊണ്ട് ഇതിങ്ങനെ വെച്ച് കാണിക്കുന്നത്. ഇപ്പൊ വീഡിയോ ചെയ്തുകൊണ്ട് ഇവിടെ ഇരുന്നോണ്ട് ഞാൻ കാണിക്കുന്നത്. ഇതൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു 68 രൂപയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാം. അതെല്ലാം ചെറിയ വണ്ടികളാണ്. അതെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. അതിനകത്ത് പാഷൻ പ്രോ ഒക്കെ ഇരിപ്പുണ്ട്. പാഷൻ പ്രോ ഒക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു 19 രൂപ 20 രൂപ റേഞ്ചിനകത്ത് 2016 മോഡൽ വണ്ടി. ആക്സസ് ഒക്കെ വരുമ്പോഴത്തേന് ഇതൊക്കെ വരുമ്പോഴത്തേന് ഒരു 10 രൂപ റേഞ്ചിലൊക്കെ നിൽക്കുന്ന വണ്ടിയാണ്. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടതിൽ ഏറ്റവും കുറഞ്ഞ വണ്ടി ഇത് 2016 മോഡൽ വണ്ടിയാ. ഇതൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം 10-15 രൂപയ്ക്ക് അകത്തേ വരത്തുള്ളൂ. ഇല്ല, അത് ഇവിടെ നമ്മുടെ ചെറുക്കാൻ ഓടിക്കുന്നത്. ആ ബുള്ളറ്റ് നിങ്ങളുടെ വണ്ടിയല്ലേ? അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് കൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടതിൽ ഏറ്റവും കുറഞ്ഞ വണ്ടി 8,000 രൂപയാണ്. അപ്പൊ നമുക്ക് അടുത്ത വണ്ടികൾ അടുത്ത സെക്ഷനിലേക്ക് 8,000 രൂപ എന്ന് പറഞ്ഞാൽ 1000 ഒക്കെ കുറഞ്ഞാലും കൊടുക്കുമല്ലോ. അപ്പൊ നമുക്ക് 7,000 പറഞ്ഞാൽ നമ്മളിപ്പോ ഈ പറഞ്ഞ കൊണ്ട് ഒരു എല്ലാത്തിനും ഒന്നും ഫിക്സ്ഡ് റേറ്റ് ഒന്നും അല്ലല്ലോ. ഇപ്പൊ ഏതിനകത്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഏതെങ്കിലും ഒക്കെ നമ്മൾ കൊടുക്കും. അപ്പൊ 7,000 രൂപ കൊടുക്കാം, നമുക്ക് കൊടുക്കാം. അപ്പൊ നമ്മുടെ 7,000 രൂപ വണ്ടി ഉണ്ട്. അകത്ത് ഏതൊക്കെ വണ്ടി ഇരിക്കുന്നുണ്ട്? അവിടെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി അവിടോട്ട് പോവില്ല, മായാ ലോകത്തോട്ട് പോവില്ല. അങ്ങോട്ട് പോവാം. അപ്പൊ വന്നോ. അപ്പൊ ഗായ്സ്, അപ്പൊ ഷോറൂമിന്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് പുറത്ത് കുറച്ച് വണ്ടി ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞോട്ട് മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ അവിടെ ഫ്രണ്ടിലൊക്കെ വെക്കേണ്ട വണ്ടികൾ ഇതെല്ലാം ഇങ്ങോട്ട് വന്നിരിക്കും. അതിനകത്ത് എന്ന് പറയുമ്പോൾ 2023 V4. 2023 V4 ഒക്കെ നമുക്ക് 1,35,000 രൂപയ്ക്ക് ഫൈനൽ ഇത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 1,35,000 രൂപ. അടുത്തത് നമുക്ക് വരുന്നത് സ്പെഷ്യൽ വണ്ടിയാണ്. കാരണം സ്പെഷ്യൽ വണ്ടി എന്ന് പറയുന്നത് ആ പാട് 900 കിലോമീറ്റർ ഓടിയിട്ടുള്ള 220 2020 മോഡൽ BS4 വണ്ടി. ഒരു കണ്ണിൽക്കനിയായ വണ്ടി എന്നൊക്കെ പറയുന്ന വീട്ടിൽ വെറുതെ വെച്ചേക്കായിരുന്നോ? ഇത് സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 2 മാസം കണ്ട് ഓടിച്ചിട്ടുള്ളതെന്ന് അവർ പറഞ്ഞത്. 950 കിലോമീറ്റർ ആ പാട് വണ്ടി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. 2020 വണ്ടി എന്താ വില പറയുന്നതല്ലോ. 900 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് വണ്ടി കാണുമ്പോഴും അത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞോട്ട് നമുക്കൊരു 85 രൂപയ്ക്ക് നമുക്ക് ഇത് ഫൈനൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. 2020 BS4 220 വണ്ടിയാണ്. 85,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി നമുക്ക് 2020 മോഡൽ വണ്ടി, അതായത് ലാസ്റ്റ് ഇറങ്ങിയ BS4 വണ്ടി. ഗ്ലാമർ വരുമ്പോൾ 2023 എക്സ്റ്റെക് വണ്ടി. ഇതൊക്കെ അങ്ങോട്ട് കാണിച്ചവരുടെ കുഞ്ഞ വണ്ടികളൊക്കെ. എക്സ്റ്റെക് വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഡിജിറ്റൽ മീറ്റർ കാര്യങ്ങളെല്ലാം വരും. പിന്നെ മൊബൈൽ ചാർജർ വരും. എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അവര് ഇതിനകത്ത് 16,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് അല്ല ഉള്ളത്, രണ്ടാമത്തെ ആണ് നമ്മൾ പറയുന്നത്. വരുമ്പോഴത്തേന് നമുക്ക് മക്കളിതാ ഒരു 66,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 2023-24 വണ്ടി. അവിടുത്തെ വണ്ടികളെല്ലാം ഉണ്ടോ? അത് നമുക്ക് അകത്തോട്ടും കയറാം. അകത്തോട്ട് കയറിട്ട് അവിടെ നിന്ന് കാണിക്കാം. അവിടെ സെയിലായ വണ്ടികളൊക്കെ ഇരിപ്പുണ്ട്. അതൊന്നും കാണിച്ചാലല്ല, പിന്നെ അവര് വന്നിട്ട് ഇവിടെ ഗുസ്തിക്ക് വരും. അതുകൊണ്ട് നമുക്ക് അകത്തേക്ക് പോകാല്ലേ? നമുക്ക് അകത്തോട്ട് നടന്നു പോകാം. ഇതിനകത്ത് സ്കൂട്ടി പെപ്പ് പ്ലസ് ഇതൊക്കെ പഠിക്കാൻ നിൽക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ഒരു 15,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി. 14,000 രൂപയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാം. ആക്റ്റീവ വരുമ്പോൾ 2017 വണ്ടി. ഇതൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു 30 രൂപയ്ക്ക് അകത്ത് നമുക്ക് 2017 വണ്ടി കൊടുക്കാം. 2014 വണ്ടി. 2014 രൂപ മോനെ. 2014 വണ്ടി. ഇതൊക്കെ നമുക്ക് കൊടുക്കാം ഒരു 10-25 രൂപയ്ക്ക് അകത്ത് കൊടുക്കാം. 25. അടുത്തത് വരുന്നത് 2013 വണ്ടി. ഇതൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം കൊടുക്കാം ഒരു 20 രൂപ റേഞ്ച്, 22 രൂപ റേഞ്ചിനകത്തൊക്കെ കൊടുക്കാം. കുറച്ച് 2021 മോഡൽ പ്ലസ് പ്ലസ്. ഇതൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു 48 രൂപയ്ക്ക് കൊടുക്കാം. പോട്ടെ 45 രൂപയ്ക്ക് കൊടുക്കാം. ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞ ഓഫർ പ്രൈസ് അവിടെ. വില കുറക്കുമ്പോൾ ചില ആളുകളുടെ ചങ്കുകൾ പെടയുന്നു. 2016 മോഡല് പൾസർ. പക്ഷേ 2016 പൾസർ ആണെങ്കിൽ ഇത് A to Z വാറണ്ടി കൊടുക്കുന്ന ഒരു വണ്ടിയാണ്. കാരണം നമ്മുടെ തൊട്ടടുത്ത വീട്ടിലിരുന്ന വണ്ടിയാ. അതുകൊണ്ട് നമ്മൾ ഇത് എന്ത് ചെയ്യും? നമ്മളെ 2016 വണ്ടി 24,000 രൂപയ്ക്ക് നമ്മളിത് ഫൈനൽ ചെയ്ത് കൊടുക്കും. കൊടുക്കുമല്ലോടാ? കൊടുക്കുമല്ലോ. 25 രൂപയ്ക്ക് അത് കൊടുക്കുക. 2019 വണ്ടി പാഷൻ പ്രോ, പാഷൻ എക്സ് പ്രോ
ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 40 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 40. അടുത്ത വരുന്ന 2016 ഡിസ്കവർ, അത് നമുക്ക് കൊടുക്കാം. ഒരു 10-22 രൂപയ്ക്ക് കൊടുത്തുവിടാം. കൊടുക്കാം 22 രൂപയ്ക്കൊക്കെ കൊടുക്കാം. 2013 മോഡൽ അല്ലേ മോനെ? യൂണിക്കോൺ 13 മോഡൽ യൂണിക്കോൺ, അതും കൊടുക്കാം. ഒരു 22 രൂപ 23 രൂപയ്ക്കൊക്കെ നമുക്ക് പറക്കി കൊടുക്കുമോ? ഇതെല്ലാം പറക്കി കൊടുത്ത് ഇവിടെ നമ്മൾ കാലിയാക്കുന്ന പരിപാടിയാണ്. അതാണ് ഇതെല്ലാം കാലിയാക്കാം. നമുക്ക് ഇനി അടുത്തോട്ട് അതിവിശാലമായ ഷോറൂം വന്നു കണ്ണൂരിനകത്തോട്ട് വന്നിട്ട് ഇതിന് ആവശ്യമുള്ള വണ്ടികൾ പറഞ്ഞോണം. നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കണം. 2018 ഏത് വണ്ടി എവിടെ തുടങ്ങണം? ഇവിടുന്ന് തുടങ്ങ്. ഒരു അറ്റത്തുനിന്ന് തുടങ്ങട്ടെ. 2022 മോഡൽ ക്ലാസിക് സെക്കൻഡ് ഓണർ അല്ലേ മനെ? ഈ ക്ലാസിക് ഈ സെക്കൻഡ് ഓണർ നമ്മുടെ പേരിലോട്ട് ആക്കിയെടുത്തു, നമ്മുടെ പേരിലോട്ട് മാറ്റി വന്നുണ്ട്. ഇതെന്താ വില കുറച്ചേക്കുന്നതാണോ? വില കുറച്ചൊക്കെ ഓഫർ പ്രൈസ് ഇട്ടേക്ക് വരാം. അന്നാണ് ഇതിനകത്ത് വീണ്ടും കുറയ്ക്കാൻ പോവാ. അതാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 2018-19 രജിസ്ട്രേഷൻ വരുന്ന ഈ ക്ലാസിക്ക് ഒന്നും ചെയ്യേണ്ടാത്തൊരു വണ്ടി എന്നൊക്കെ പറയുന്ന കൂട്ട് ഈ വണ്ടി നമുക്ക് കൊടുക്കാം 1,19,000 രൂപയ്ക്ക്. 36,000 കിലോമീറ്റർ. പിന്നൊന്നും പറയരുത്, കുറച്ചില്ലെന്നൊന്നും പറയരുത്. അടുത്ത ഒരു 2019 സ്റ്റാൻഡേർഡ് ഇതും കൊടുക്കോ 1,20,000 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുമല്ലോ. 2019 10 ഫിനാൻസ് കിട്ടും. എത്ര കിട്ടും? 1 കിട്ടുമോ? കിട്ടും. ഓക്കെ, അടുത്തത് കൊടുക്കുക. അടുത്ത വരുന്നത് മെറ്റിയോർ 2021 വണ്ടി 1,29,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 1,29,000 രൂപ. അടുത്ത വണ്ടി വരുന്നത് V4 തന്നെ 2022 മോഡൽ വണ്ടി, റെഡ് കളർ വണ്ടി. ഇത് വരുമ്പോഴത്തേന് 1,22,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. എല്ലാ ഓഫർ പ്രൈസിനാണ് പറയുന്നത്. ഇനി വില കുറച്ചില്ലെന്നൊന്നും ഒരാളും പറയുന്നത്. വണ്ടികൾ കൂടുമ്പോൾ തോറും നമ്മൾ വില കുറച്ചുകൊണ്ടിരിക്കും. ഇനി അടുത്ത വരുന്നത് 2021 RS 200 വണ്ടി. ഈ വണ്ടി വരുമ്പോഴത്തേന് നമുക്ക് ഫൈനൽ വരുമ്പോഴത്തേന് 1,28,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. അടുത്ത വരുന്നത് BS3 ഡ്യൂക്ക് ചോദിക്കുന്നവർക്കായിട്ട് BS3 വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ വിളിക്കുന്നവർക്ക് വേണ്ടി 2015 മോഡൽ 3rd ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഈ വണ്ടി വരുമ്പോൾ നമുക്ക് ഫൈനലി 79,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അടുത്ത വണ്ടി വരുന്നത് MT-15 വരുമ്പോഴത്തേന് 2021 മോഡൽ. ഈ വണ്ടി വരുമ്പോഴത്തേന് ഏകദേശം 1,29,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളായിരിക്കും. വണ്ടികളെല്ലാം കൂടെ നല്ലോണം കാണിച്ചാൽ നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ ആൾക്കാരായിരിക്കും വണ്ടികളൊന്നും കാണിക്കുന്നില്ലല്ലോ. നമ്മളാണ് ഈ വണ്ടികളെല്ലാം ഞാനൊന്ന് കാണിച്ചു കൊടുത്തേക്കണം. വണ്ടിയുടെ ക്വാളിറ്റി മനസ്സിലാക്കണം. വണ്ടി എടുത്താൽ അവർക്ക് ഒരു പൈസ പോകരുത്. അതാണ് നമ്മൾ പിന്നെ പ്രത്യേകം പറയുകയാണെങ്കിൽ വണ്ടികൾക്കെല്ലാം നമ്മൾ മാക്സിമം വില കുറച്ചിട്ടുണ്ട്. ഇനിയും വില കുറക്കുന്നതാണോ? വില എന്തെങ്കിലുമൊക്കെ വരട്ടെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന്. ഇനിയിപ്പോ അടുത്ത വണ്ടി വരുമ്പോൾ ഇച്ചിരി വില കുറച്ച് കിട്ടുമെന്ന് ഇതിനകത്തൊക്കെ ഇച്ചിരി കൂടെ കുറച്ചുകൂടായോ? 22,000 കിലോമീറ്റർ 2020 മോഡൽ കിളിക്കുഞ്ഞു വണ്ടി, തത്തക്കുഞ്ഞെന്നൊക്കെ പറയുന്നിട്ടുള്ള സാധനമാണ് കൊടുക്കാൻ പോകുന്നത്. ഇത് വരുമ്പോഴത്തേക്കും അറിയാതെ നമുക്ക് ഇത് എന്താ വിലയ്ക്ക് കൊടുക്കാൻ പറ്റൂടാ? 50 രൂപയ്ക്ക് കൊടുക്കാം. അവിടെ 2020 മോഡലില്ലേ? 2020 ഉണ്ട്. 51 രൂപയ്ക്ക് പേരിലോട്ട് മാറ്റി കൊടുക്കാം. അവരുടെ അടുത്ത് ചോദിക്കാൻ വില ഇച്ചിരി കൂടെ പറയാൻ പറയും. 51 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. വണ്ടി കൊടുത്തിട്ട് ഇവിടുന്ന് ഞാൻ പോകത്തുള്ളൂ. ഇവിടെ വന്നിട്ട് പുള്ളിനെ കണ്ടില്ലെങ്കിൽ ഈ പുള്ളിനെ കണ്ടു. 2023 11-ാം മാസം വണ്ടിയാ. ഈ വണ്ടി വരുമ്പോഴത്തേന് നമുക്ക് ഫൈനൽ പ്രൈസ് 81,000 രൂപയ്ക്ക് നമുക്ക് 2024 വണ്ടി ഇത് കൊടുക്കാം. റിയാസിന് കൂടെ അല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ വില ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കട്ടോ. അടുത്ത വണ്ടി 2022 വണ്ടി. ഇത് വരുമ്പോൾ 69,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കുന്നത്. എല്ലാ ഹൈബ്രിഡ് വണ്ടികളൊക്കെ കാണിക്കുന്നത്. അടുത്ത 2024 ബസ്സിന് ഇതൊക്കെ വരുമ്പോൾ 10-65-70 മൈലേജ് കിട്ടുമെന്ന് എല്ലാവരും പറയുന്നത്. കൊണ്ടുപോയാലെല്ലാം നമുക്ക് ഇഷ്ടം കിട്ടാൻ സാധ്യതയുണ്ട്. ഹൈബ്രിഡ് വണ്ടികളല്ലേ. എന്ത് വില വരും? അപ്പോഴത്തേന് ഇത് വരുമ്പോൾ 2024-25 വണ്ടി. ഇത് വരുമ്പോഴത്തേന് 86,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നേരത്തെ ഇത് മോഡൽ എത്ര മന ഈ വണ്ടി അറിയുന്നത്? ഇതിന്റെ ടാഗ് എവിടെ? 2021 വണ്ടി. ഇത് കൊടുക്കാൻ പറ്റുന്നയാ 65 രൂപ പോട്ടെ. 61,000 രൂപയ്ക്ക് കൊടുക്കും. 61,000 രൂപയ്ക്ക് കൊടുത്തു വിടും. 21,000 കിലോമീറ്റർ. എല്ലാം സിംഗിൾ ഓണർഷിപ്പ്, എല്ലാ A to Z സാധനങ്ങൾ. അടുത്ത 2021 അതേ വിലക്ക് തന്നെ കൊടുക്കാം. ഇപ്പൊ ഈ പറഞ്ഞ വിലക്ക് തന്നെ കൊടുക്കുക. 14,000 കിലോമീറ്റർ. അടുത്ത എൻഡോർക്ക് നമ്മൾ അവിടെ കുറച്ച് കാണിച്ചായിരുന്നു. എന്നാൽ ഇവിടെ 2020 വണ്ടി ഇരിപ്പുണ്ട്. ഇത് വരുമ്പോഴത്തേന് 59,000 രൂപയ്ക്ക് നമുക്ക് 59,000 രൂപ. അടുത്ത ലിമിറ്റഡ് എഡിഷൻ ആക്റ്റീവ 2019 മോഡൽ BS4 വണ്ടി. ഇത് വരുമ്പോഴത്തേന് 55 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ അറ്റത്തുനിന്ന് കാണിക്കുന്നോ ആ അറ്റത്തുനിന്ന് കാണിക്കുന്നോ? അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് പോരാ. എനിക്ക് 2021 മോഡല് 2021 മോഡൽ വണ്ടി വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 45 രൂപയ്ക്ക് നമുക്ക് 1 ടൺ സെൽഫ് സ്റ്റാർട്ട് എല്ലാം ഉള്ള വണ്ടി കൊടുക്കാം. 45. അതിന്റെ തന്നെ 1 ടൺ എക്സ് എന്ന് പറയുന്ന ഇച്ചിരി ഹെവി വണ്ടി 2022 വണ്ടി. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 55,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 55,000 രൂപ. അടുത്ത വരുന്നത് ഈ വണ്ടി എത്ര മോഡലാണ് പൾസർ? 2021 വണ്ടി. എന്താ വിലക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നയാ? 75 രൂപ പോട്ടെ. 70 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 2021-22 രജിസ്ട്രേഷൻ 70 രൂപയ്ക്ക് കൊടുക്കാം. സ്പ്ലെൻഡറിന് തന്നെ എക്സ്ടെക് എന്ന് പറയുന്ന മോഡൽ 2023 വണ്ടിയാ. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 70 രൂപയ്ക്ക് കൊടുക്കാം. 70,000 രൂപ. എക്സ്ടെക് ആണ് വണ്ടി. ഡിജിറ്റൽ മീറ്റർ വരുന്ന സാധാ സ്പ്ലെൻഡർ അല്ല, എക്സ്ടെക് ആണ് വണ്ടി. മറ്റേ LED ലൈറ്റ് ഒക്കെ വീണ്ടും വണ്ടികളും കൂടെ കാണിച്ചോണ്ടാ മോനെ.
സ്പ്ലെൻഡർ വരുമ്പോൾ അടുത്ത 2023 വണ്ടി ഇത് വരുമ്പോൾ 69,000 രൂപ. ഇതെന്താ പുതിയ സ്റ്റാഫ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ? അത് പുതിയ സ്റ്റാഫ് നമ്മുടെ കോൾ ഒരെണ്ണം പോലും അറ്റൻഡ് ചെയ്യാതിരിക്കാൻ നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് പുതിയ സ്റ്റാഫുകൾ വെച്ചിട്ടുണ്ട്. പുള്ളി ഓടി കളിക്കുന്ന ആളാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പുള്ളി ഇങ്ങനെ വയ്യാത്തോണ്ട് പനിയാ, അതുകൊണ്ടാണ്. 2023 ഡ്യുവൽ ABS വരുന്ന NS 200 ലിമിറ്റഡ് എഡിഷൻ കളർ, നല്ല കിടുക്കാച്ചി വണ്ടി. ഇത് വരുമ്പോഴത്തേന് നമുക്ക് 1,25,000 രൂപയ്ക്ക് ഫൈനൽ 2024 വണ്ടിയാണ്. ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു, ഇതിന്റെ ഡൗൺ പേയ്മെന്റ് എത്ര? സ്കൂട്ടറൊക്കെ ഏകദേശം ഇപ്പം 10 രൂപയ്ക്ക് അകത്ത് ഇറക്കി കൊടുക്കാൻ പറ്റത്തില്ല. 10 രൂപയ്ക്ക് അകത്ത് ഇറക്കി കൊടുക്കാം. പുള്ളി പറഞ്ഞാൽ പിന്നെ കൊടുക്കുക. വേറെ ഒരു കാര്യം ഇവിടെ ജിക്സർ വരുമ്പോൾ 2022 മോഡൽ കിളി വണ്ടി. ഇത് വരുമ്പോഴത്തേന് നമുക്ക് നേരത്തെ വന്ന സ്റ്റോക്കാണ്. പേപ്പർ വരാൻ താമസിച്ചു. ഇതിന്റെ പേപ്പർ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. നമ്മൾ ഫൈനൽ അന്ന് നമ്മൾ 1,13,000 പറഞ്ഞിരുന്ന വണ്ടിയാ. ഈ വണ്ടി വരുമ്പോഴത്തേന് നമുക്ക് 1,00,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാൻ പോവാം. 1,00,000 രൂപ ഓഫർ പ്രൈസ്. ഒറ്റയടിക്ക് 13,000 രൂപ കുറച്ചിട്ടുണ്ട്. അടുത്ത വരുന്നത് 220 2019 വണ്ടി 65,000 രൂപയ്ക്ക് കൊടുക്കുക. 63,000 ഫൈനൽ പ്രൈസ് 63,000 കൊടുക്കുക. അടുത്തത് 2023-24 പിന്നെ V4 ഈ വണ്ടി വരുമ്പോഴത്തേന് 1,55,000 രൂപയ്ക്ക് ലാസ്റ്റ് നമുക്ക് ഫൈനൽ കൊടുക്കുക. അടുത്ത വരുന്നത് 2V എക്സ്പൾസിന്റെ 2V 2021 വണ്ടി 90,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. 90,000. അതെ. അതിന്റെ 4V അതിന്റെ 4 വരുമ്പോൾ 2022 വണ്ടി. ഇത് വരുമ്പോഴത്തേന് നമുക്ക് 1,28,000 രൂപയ്ക്ക് കൊടുക്കാം. ഒറ്റടിക്ക് 10,000 കൂടെ പോട്ടെ. 1,28,000 രൂപയ്ക്ക് 4V 2022-23 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി, ക്ലീൻ വണ്ടികൾ. Dominar 250 വരുമ്പോഴത്തേന് 2022 മോഡല്. ഇത് വരുമ്പോഴത്തേന് നമുക്ക് 1,38,000 രൂപയ്ക്ക് ലാസ്റ്റ് ഫൈനൽ കൊടുക്കാം. വണ്ടിയുടെ ക്വാളിറ്റികൾ ഇനി മൊത്തത്തിൽ വണ്ടികളും കൂടെ ഒന്ന് ഓടിച്ച് കാണിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാ. അതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിനാൻസിന്റെ പറഞ്ഞാൽ നേരത്തെ കൂട്ട് എല്ലാവർക്കും മാറിക്കോരി അവർ കൊടുക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് ഫിനാൻസിന്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നല്ല താല്പര്യമുള്ളവർ മാത്രം ഫിനാൻസ് എടുക്കുക. അതുപോലെ നമ്മുടെ ലൊക്കേഷൻ കരുനാഗപ്പള്ളി, കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി പുതിയകാവിലാണ്. കൊല്ലം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് പുതിയകാവ് കഴിഞ്ഞ് 100 മീറ്റർ മുന്നോട്ട് വരുമ്പോൾ സർവീസ് റോഡിൽ കൂടെ വരുമ്പോഴത്തേന് ലെഫ്റ്റ് സൈഡിലും, ആലപ്പുഴ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ഓച്ചിറ കഴിഞ്ഞിട്ട് നമ്മൾ പുതിയകാവ് എത്തുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിലുമാണ് ഷോറൂം ഉള്ളത്. അന്നേരം എല്ലാ വണ്ടികളും ഈ പറഞ്ഞ വിലക്കകത്ത് നിന്ന് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്താൽ പറഞ്ഞേക്കുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്, നമ്മൾ ചെയ്യും. പിന്നെ വേറെ കാര്യം പറയാം, പണ്ട് സർവീസ് റോഡായിരുന്നു, ഇപ്പൊ മെയിൻ റോഡ് ആയിട്ടുണ്ട്. ഇപ്പം ഇത് മെയിൻ മൊത്തം ഇപ്പൊ അങ്ങനെ വണ്ടികൾ വരുന്നത്. മെയിൻ റോഡിൽ തന്നെ ഇറങ്ങാം. അതെ. അന്നേരം ലൊക്കേഷനും കാര്യങ്ങളെല്ലാം നിങ്ങൾ അതിനകത്ത് കൊടുക്കും. അന്നേരം നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. അതിനകത്ത് വിളിക്കാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആണല്ലോ വെച്ചിട്ടുണ്ട്. ഒരു കോളെങ്കിലും ആരെങ്കിലും എടുത്തില്ലെങ്കിൽ അന്നേരം കയറി കമന്റ് ഇടണം. എന്നുവെച്ചാൽ ഞാൻ അറിഞ്ഞില്ലെങ്കിൽ അത് എനിക്ക് അറിയാൻ വേണ്ടി. കോൾ എടുത്തില്ലെങ്കിൽ ഇവിടെ കള്ളപ്പണി വല്ലതും ഉണ്ടോ എന്ന് അറിയണ്ടായോ നമുക്ക്. അതുകൊണ്ട് കോൾ എടുക്കാത്തവരുടെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി ഒരാളിനെ തന്നെ അതിന് ഇരുത്തിയിട്ടുണ്ട്. അന്നേരം ഒരു കോൾ പോലും മിസ്സാവാതെ എടുക്കാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ കമന്റ് ഇടണം. ഈ വില കുറവാണെങ്കിലും വില കൂടുതലാണെങ്കിലും അല്ലെങ്കിൽ വണ്ടിയുടെ ക്വാളിറ്റിക്കകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഭാഗങ്ങളെല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുന്നു, ഇവിടെ വാങ്ങാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പം ചോദിച്ചോണം. നാളെ ചോദിക്കാൻ സമയമില്ല, നാളെ മഴയൊക്കെയാ. അതുകൊണ്ട് അല്ല, നിങ്ങൾ എന്തോ വണ്ടി കൊടുക്കണ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? നമ്മുടെ വീഡിയോയിൽ വന്നായിരുന്നു ആർക്ക് വണ്ടി വേണം. ഒന്നെങ്കിൽ മൊബൈൽ നമ്പർ ഇടുക, അതല്ലെങ്കിൽ അഡ്രസ്സ് നമുക്ക് കമന്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളെ വിളിച്ചിട്ട് ആ അഡ്രസ്സ് തരിക. ഇത് തരാത്തടത്തോളം കാരണം നമുക്ക് എൻക്വയറി കാര്യങ്ങൾ ഇപ്പം വരുന്ന 100-ൽ ഒരു 90% ഫേക്ക് കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നവർക്കെല്ലാം നമ്മൾ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കൊണ്ടുപോയിട്ട് ഇത് അതിനെല്ലാം വിനിയോഗിക്കുന്നതെന്ന് അറിഞ്ഞതിന് ശേഷം ഞങ്ങളിപ്പം ഞങ്ങളുടെ നുസ്രത്തുൽ മസാക്കിൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അതിനകത്തോടൊപ്പം പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയപ്പിക്കുന്ന ഒരു പരിപാടിയിലോട്ട് നീങ്ങിയിട്ടുണ്ട്. അന്നേരം കഴിവിന്റെ പരമാവധി അതിനകത്തോട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞോട്ട് നമ്മൾ ഒരു 2 മാസം ഇരിക്കുമ്പോൾ ഒരു വണ്ടി കൊടുക്കണം എന്നൊരാഗ്രഹം നമുക്കുണ്ട്. അതായത് ഇപ്പം ജോലിക്ക് പോകണം എന്നെങ്കിൽ വണ്ടി എടുക്കാൻ പൈസ ഇല്ല. അങ്ങനെയുള്ള ഒരാളിന് കറക്റ്റ് ജെനുവിനാണ് നമുക്ക് ഉറപ്പായിട്ടും കൊടുക്കുക. കാരണം അതിനുള്ള കുറഞ്ഞ വണ്ടികളെല്ലാം നമ്മുടെ വരുന്നുണ്ട്. അപ്പൊ കൂടിയ വണ്ടി കൊടുക്കുന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സാധനം അവർക്ക് ഒരു ഉപയോഗം ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ അവരുടെ പേരിലോട്ട് മാറ്റി നമ്മൾ കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ജെനുവിനായിട്ടുള്ള അവരെ ബന്ധപ്പെടാനുള്ള ഒരു നമ്പർ കിട്ടണം. അല്ലെങ്കിൽ നേരിട്ട് വന്നാലും മതിയില്ലേ? നേരിട്ട് ഇവിടെ വന്നാൽ നമ്മൾ ഇവിടുന്ന് ഇപ്പം അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ ക്ലിയർ ആണ് ഇവിടുന്ന് കൊടുക്കും. അതിനകത്തൊന്നും യാതൊരു കാര്യങ്ങളും ഇല്ല. ഇപ്പൊ എല്ലാം ബിസിനസ്സും കാര്യങ്ങളും മാത്രം പോരാല്ലോ, എല്ലാ കാര്യങ്ങളും വേണ്ടായോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്, വേറെ ഒന്നും പറയാനില്ല. ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഇക്ക് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏകദേശം 7,000 രൂപ മുതൽ വണ്ടികളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ രാവിലെ ഒരു 8:30 മുതൽ വൈകിട്ട് ഒരു 7:30 വരെ വിളിച്ചാൽ കിട്ടും. കാരണം ഇപ്പം മൊബൈൽ നമ്പർ പഴയ എല്ലാ നമ്പറുകളും ഇവിടെ ഓഫീസിൽ തന്നെ ആക്കി. വേറെ ഡൗട്ട്, ഞായറാഴ്ച വിളിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ച അവധിയാ. ഞായറാഴ്ച വിളിച്ചാൽ കിട്ടത്തില്ല. ഫിനാൻസ് എടുക്കേണ്ടവർ നമുക്ക് രാവിലെ തന്നെ കഴിവിന്റെ പരമാവധി എത്താൻ നോക്കണം. അതാകുമ്പോൾ നമുക്കൊരു ഉച്ചയാകുമ്പോൾ വണ്ടിയായിട്ട് അങ്ങ് പോകാൻ പറ്റും. ഇപ്പൊ ഫിനാൻസ് ഒക്കെ ഏകദേശം പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട്. അവരിപ്പം ഫണ്ടൊക്കെ അത്യാവശ്യം തരാൻ തുടങ്ങിയിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ഇതൊക്കെ മതിയില്ലേ? ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്ബുക്കിന്റെ കോപ്പി, ഒരു ഫോട്ടോ, പിന്നെ വോട്ടർ ഐഡിയോ, ലൈസൻസ്, എന്തെങ്കിലും ഒരെണ്ണത്തിന്റെ ഒരു കോപ്പിയും കൂടെ കൊണ്ടുവരണം. ശരി. അത്രയും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് പറയാനുള്ളത്, വേറെ ഒന്നും പറയാനില്ല. അപ്പൊ എംബ്രോയിഡേഴ്സിൽ നിന്നും നൗഷാദിക്ക ബൈ കൊടുത്താലാ.
ബൈ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അതുവരെയും ബൈ ബൈ.